നമ്മളെ നശിപ്പിക്കാൻ അള്ളാഹിൻ്റെ തൗഫീഖോട് കൂടി നമ്മൾക്ക് ഈ നിലക്ക് മുന്നോട്ട് പോയാൽ, അതായത് ഈ അഴകുഴമ്പൻ നയത്തിലുള്ള സയ്യിദന്മാരെ ബഹുമാനിക്കരുത് എന്നല്ല ഞാൻ വാദിക്കുന്നത്. അവരെ നമ്മളെ കൂട്ടത്തിൽ കൂട്ടരുത്. അവരെ കൊണ്ട് പള്ളി ഉദ്ഘാടനം ചെയ്യിക്കരുത്, അവരെ കൊണ്ട് മദ്രസ ഉദ്ഘാടനം ചെയ്യിക്കരുത്, അവരെ കൊണ്ട് കല്യാണം ഉദ്ഘാടനം ചെയ്യിക്കരുത്, അവരെ കൊണ്ട് നിക്കാഹ് ചെയ്യിപ്പിക്കരുത്. അവർ പൂർണ്ണ സുന്നികളാണെന്ന് നമുക്ക് ബോധ്യം ചെയ്യുന്നവരെ. അങ്ങനെയാണെങ്കിൽ അയക്കുഴമ്പൻ നയമുള്ള സയ്യിദിനെ കൊണ്ട് മകളെ കെട്ടിക്കുമ്പോൾ സവ്വജത്തുക്ക വാങ്കാത്തുക്ക എന്ന് പറയിപ്പിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് എൻ്റെ നാട്ടിലെ നാടൻ മൂല്യരെ കൊണ്ട് പറയിപ്പിക്കല. കാരണം അയാൾ ഏതായാലും എന്താണ്, സുന്നിയാണ്, അതുറപ്പാണ്. അപ്പോൾ കല്യാണ വേദികളെല്ലാം അവരെ മാറ്റി നിർത്തണം. അവരെ ഒരു നിക്കാഹിനെ വിളിക്കരുത്. അഴിഞ്ഞ് ചെകയണ്ട. ഇല്ലെങ്കിൽ ഓലെന്നെ പറയണം മറ്റു വലിയ വാബിയുള്ളൂ, നമ്മൾ വാബി അല്ലട്ടോ, ആയിക്കോട്ടെ, എന്നാ നമുക്ക് ഓലം തിരിക്കാം. അല്ല ഇനിയിപ്പോൾ നമുക്ക് അതിന് ഒന്നും കഴിയില്ല. ഇനി നമുക്ക് എന്തേ കഴിയുള്ളൂ, ഞങ്ങളെ കൂട്ടത്തിൽ ബാബി വായകോയമ്പൻ മറ്റേ ആളാണ്, ഞങ്ങൾക്ക് അടുത്ത സുന്നി തന്നെയാണ് കേട്ടോ എന്ന് പറയുന്നവരെ നമുക്ക് പിന്നെ വിളിക്കാം. ബഹുമാനിക്കാൻ വരും, ഒക്കെ ബഹുമാനിക്കാം. ബഹുമാനിക്കണതിന് ഒരു കുഴപ്പമില്ല. അത് പറയാൻ നമ്മുടെ സംഘടനാ നേതാക്കൾക്ക് കഴിയണം. അവർക്ക് ദുന്യവ്യായ കെട്ടുപാടുകൾ ഇല്ലെങ്കിൽ അത് പറയാൻ കഴിയും. നമ്മളായി നിൽക്കണം. നമ്മളെ ഐഡന്റിറ്റി അഹ്ലു സുന്നത്തി വൽ ജമാഅ. അതിന് വെള്ളം ചേർത്താൽ ബാപ്പാനെ ഒഴിവാക്കേണ്ടി വരും. ബാപ്പാനെ ബാപ്പയായി ബഹുമാനിക്കും, പക്ഷെ മതകാര്യത്തിൽ ബാപ്പാനെ കൂട്ടൂല. കാരണം ഞങ്ങൾ സുന്നികളാണ്. നമ്മളെ റൂഹ് ബാപ്പാൻ ഉണ്ടാക്കിയതല്ല. നമ്മൾ ജസദിൻ്റെ ഉത്തരവാദി മാത്രമാണ്. ആര്? ബാപ്പ. റൂഹ് വേറെയാണ്, അത് മുസ്തഫ റസൂലാണ്. അതിൻ്റെ ബാപ്പ, ഇതിൻ്റെ ബാപ്പ മുസ്തഫ നബിയാണ്. അള്ളാഹ് റസൂലിനെ കാണുമ്പോൾ നിങ്ങൾ നബിയെ ഞങ്ങളെ റൂഹിൻ്റെ ബാപ്പ നിങ്ങളാണ്, ഞങ്ങൾ നാശാകാടെ കൊണ്ടുവന്നിട്ടുണ്ടിട്ടാന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞാൽ അതെന്നെ വലുപ്പത്തരം. ഞങ്ങൾ പറഞ്ഞില്ലേ, ഇവിടെ 932 ഉണ്ടാക്കിയ ഒരു തരം ഊട്ടോപ്യൻ ഇസ്ലാമിൽ തകർന്നുകൊണ്ടിരിക്കുക. മലബാർ തകർന്നിട്ടില്ല. മലബാർ തകർക്കാനുള്ള വലിയ ശ്രമമായി നടക്കുന്നത്. അപ്പം മലബാറിൻ്റെ ഐഡന്റിറ്റി പൊളിക്കാനുള്ള ഒരു ശ്രമമാണിത്. അത് മനസ്സിലാക്കണം. ഇവരോടൊക്കെ വർത്താനം പറയുമ്പോൾ കുറച്ച് അതബോട് കൂടി വർത്താനം. എന്ത് അതബ്! വേറുത്തം പ്രസംഗിച്ചത് ഇങ്ങനെയാണ്, പണ്ഡിതന്മാരാണ്, അവരോടൊക്കെ അവർക്കൊരു അതബ് ഉണ്ടായിട്ടില്ലല്ലോ, അതിനേക്കാളും വലിയൊരു വർത്താനം പറയാൻ. ഇവരാരാ? ഇവരിത്ര അതബോട് കൂടി ഇവരോട് സംസാരിക്കാൻ പാടുള്ളൂ. ഇവിടെ മാനാ ഷെയ്ഖുന ശംസുല്ലമാൻ അഹമ്മദുള്ളാഹിനെ പോലത്തോലോട് ഇവരതിലും വലിയ വർത്താനം പറഞ്ഞിട്ടുണ്ടല്ലോ. അന്ന് ഇവർക്കില്ലാത്ത ഇപ്പം നമുക്ക് ഇവരെ ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ദീൻ പൊളിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ. അത് കരുതി കൂട്ടിയ മലബാറിലെ ദീൻ പൊളിഞ്ഞാൽ ലോകത്ത് ഒരു പാൻ ഇസ്ലാം ഉണ്ടാവും, യഥാർത്ഥ അഹ്ലുസുന്ന ഉണ്ടാവില്ല. അതായത് എല്ലാവർക്കും യോജിക്കാവുന്ന ഒന്നുണ്ടാവും. മലബാറിൻ്റെ ഐഡന്റിറ്റിയാണ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി. അതന്നെ നമ്മൾ നീറ്റ്. അതിലാണ് നമ്മളെ മുൻഗാമികളൊക്കെ മുന്നോട്ട് പോയത്. അതിനെതിരായപ്പോൾ സ്വന്തം ബാപ്പ എതിരായ മകന് ബാപ്പ സ്വത്ത് കൊടുക്കാത്ത സംഭവം എഴുതി വെച്ചു. എന്തേ അഹമ്മദ് കോയ ശാലിയത്തി, ഞാൻ പറയാതൊക്കെ അഹമ്മദ് കോയ ശാലിയത്തി മകൻ ബാബിയൊന്നും വായിച്ചില്ല, ആ ബുക്ക് വായിക്കരുത് എന്ന് പറഞ്ഞു. പിന്നെ ഒരിക്കലും മകൻ ബുക്ക് വായിച്ചു പുറത്താക്കി. അവനെൻ്റെ മുതൽ കൊടുക്കരുതെന്ന് എഴുതി വെച്ചു. ആര്? സ്വന്തം മകന്. ആര്? മലയാളക്കര കണ്ട ഏറ്റവും വലിയ പണ്ഡിതനായ അഹമ്മദ് കോയ ശാലിയത്തി. അപ്പം നിങ്ങളിപ്പോൾ എവിടെയുള്ളത്? ആ ഒരു കണിശമായ രീതി നമുക്കുണ്ടായത് കൊണ്ടല്ലേ ഈ ഒരു നന്മ ഇവിടെ നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞ്? സത്യല്ലേ? ഇപ്പം നിങ്ങൾ പോലത്തെ ഒരു മനുഷ്യത്തിലുണ്ടായ നന്നായി. ഞാൻ സാധാരണക്കാർക്ക് അറിയാത്തൊരു വരാത്. സ്വന്തം മുതൽ കൊടുക്കരുതെന്ന് എഴുതി വെച്ചു. ആര്? ബാപ്പ. തൻ്റെ മുതുക് പറന്ന മകന് കൊടുക്കരുത്. എൻ്റെ വഹാബിയത്തിന് സാധ്യതയുള്ള ഒരു പുസ്തകം വായിക്കുന്നതായി കണ്ടു, നീ വായിക്കരുതെന്നു. പിന്നെ ഒരിക്കലും വായിക്കണ്ടപ്പോൾ പുറത്താക്കി. ഇബ്നു തൈമിയ പേച്ചോനല്ല, ഒക്കെ നല്ലോനാണ് എങ്കിൽ ആരപ്പോടെ കുറ്റക്കാരൻ? ശാലിയത്തി. നമുക്ക് ഇതെല്ലാം വെളിക്ക് നിർത്താൻ നമുക്ക് കഴിഞ്ഞതും നമ്മളൊരു ഭദ്രമായ സമുദായമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞതും നമ്മൾക്ക് ഇബ്നു ഹജരിയൻ നയമുള്ളത് കൊണ്ടാണ്. അവിടുന്ന് പുറകോട്ട് പോയാൽ നമ്മൾ നശിക്കും.